പോവില്ല ഞാൻ. നന്ദേട്ടനെ മോനെ വിട്ട് എങ്ങോട്ടും പോവില്ല ഞാൻ. അത്ര പെട്ടെന്നൊന്നും എന്നെ മടക്കി വിളിക്കില്ല ദൈവം, എനിക്ക് ഉറപ്പുണ്ട്. മോനെവിടെ നന്ദേട്ട? ഉറങ്ങാ. എനിക്ക് അവനെ ഒന്ന് കാണണം. ചേച്ചി പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. ആരെയും കാണണ്ട എനിക്ക്. ഈ വീടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ എന്റെ ശത്രുക്കളാ, നീ പോലും. ചേച്ചി എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്തു വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഞാൻ ചേച്ചിയുടെ ശത്രുപക്ഷത്താണെന്ന് മാത്രം പറയരുത്. അതുമാത്രം ഞാൻ സഹിക്കത്തില്ല. കേൾക്കണ്ട എനിക്ക്. ആരെയും എനിക്കിപ്പോ വിശ്വാസമില്ല. ഞാൻ തിരിവെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ പോലും. പക്ഷേ അത്ര പെട്ടെന്നൊന്നും ഗായത്രി തറ പറ്റിക്കാന്ന് ആരും കരുതണ്ട. എനിക്ക് ജയിക്കണം, ജയിക്കണം എനിക്ക്. ഇവിടെ ഒരു ശുദ്ധിയലിച്ച് അത്യാവശ്യമാണ്. പലരും പോണം, പലരും വരണം. എന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അതിനു മുൻപ് ആ ചെക്കൻ എന്റെ കയ്യിൽ വന്നേ പറ്റൂ. അതിപ്പോ വേണ്ട. ഉപദേശിച്ചിടത്തോളം ബുദ്ധിയൊക്കെ എനിക്ക് ഇഷ്ടമായി. ഇനി അത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മുമ്പിൽ കണ്ടുപോരുത് നിന്നെ. കുട്ടികൃഷ്ണ, നാളെ ആ പണിക്കരോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. ഓ ഗായത്രിയമ്മേ, പറയുമ്പോ അലോഹ്യം തോന്നരുത്. ശുദ്ധ അബദ്ധത്തിലാണ് നിങ്ങളെ ഇന്ന് ചാടിയിരിക്കുന്നത്. അല്ല, അതിനിപ്പോ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. വിനാശകാലത്ത് വിപരീത ബുദ്ധിയെ തോന്നത്തുള്ളൂ. ദേവകിയുടെ 8ാമത്തെ പുത്രന്റെ കൈയുണ്ടാവും തന്റെ അന്ത്യമെന്ന് ബലവാനായ കംസന് എത്രയോ നേരത്തെ അറിയാമായിരുന്നു. അതിനുവേണ്ടി മറ്റേഴ് കുഞ്ഞുങ്ങളെയും വിദ്വാൻ വകവരുത്തിയില്ലേ? എന്നിട്ടോ തനിക്ക് കാലനായി പിറന്ന ഭഗവാനെ നിഗ്രഹിക്കാനായോ? വിധിഹിതമെന്ന് പറയുന്ന അതാ ഗായത്രിയമ്മേ. അത് മാനിച്ചേ പറ്റൂ, പൂമാനായാലും പുഴുവായാലും. അപ്പോ എന്റെ ശ്രമങ്ങളൊന്നും വിജയിക്കില്ലെന്നാണോ പണിക്കര് പറഞ്ഞു വരുന്നത്? പിന്നെ എന്തിനായിരുന്നു അന്ന് ആ ബുദ്ധി ഉപദേശിച്ചത്? നിങ്ങൾ ഉറപ്പ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുപോലൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നല്ലേ അന്ന് പറഞ്ഞത്? പഠിച്ച പണി 18 ഞങ്ങൾ ശ്രമിച്ചു നോക്കിയതാ പണിക്കരെ. പക്ഷെ കാലദോഷമൊന്നല്ല, എന്തു പറയാനാ. ഒന്നൊന്നായി എല്ലാം പാഴായി. രൂപ എത്രയാ പൊടിഞ്ഞെന്നറിയാവോ? ഇനി ഇപ്പൊ ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഗായത്രിയമ്മേ. ആപൽ ബാന്ധവനായ സാക്ഷാൽ മുക്കണ്ണനെ മുറുകെ പിടിക്കുക. ദൈവങ്ങളെ ഭജിച്ചിട്ടും കാര്യമില്ല പണിക്കര്. ആശ്രയിച്ചവർ ഓരോരുത്തരായി എന്നെ കൈവിട്ടുകൊണ്ടിരിക്കുക. നിരാശപ്പെടാതിരിക്കൂ. ഏത് കാര്യത്തിലും ചിലപ്പോ അത്ഭുതങ്ങൾ സംഭവിക്കാറില്ലേ? മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ ഭൂതനാഥൻ സാക്ഷാൽ കാലനെപ്പോലും ഹനിച്ച് അഭയമേകയില്ലേ? വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഫലം ഉണ്ടാവാതിരിക്കില്ല. പൂജയും വഴിപാടും ഒന്നും അല്ലാതെ മറ്റു പ്രതിവിധികളൊന്നുമില്ലേ? ഒരവസാന ശ്രമത്തിന് സാധ്യതയെങ്കിലും ഉണ്ടോന്നറിയാനാ. കളത്തിൽ തെളിയുന്നത് പണിക്കര് പറയുന്നു. മറിച്ച് ചെയ്ത് ശീലമില്ലേ, അതുകൊണ്ടാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ത്രികാലങ്ങളുടെ കണക്ക് നോക്കുന്ന ഭഗവാന്റെ മുമ്പിൽ മനസ്സും പ്രവൃത്തിയും കാണിക്ക വെക്കുക. ബാക്കിയൊക്കെ അവിടുന്ന് തീരുമാനിക്കും. എന്നാ ഞാനങ്ങോട്ട് വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നീടാവാം.
സ്കൈ ജുവല്ലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. ഇടവേളയ്ക്ക് ശേഷം തുടരും. ലക്ഷ്മി ജ്വല്ലറി ഗോൾഡ് സൂപ്പർമാർക്കറ്റ് കൊടുങ്ങല്ലൂർ. റോയൽസ് ഫസ്റ്റ് 2005 സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ. വിരൽ തുമ്പിൽ ഒരു സമ്മാനം. ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം 25 പവൻ. ഏപ്രിൽ 14 മുതൽ ഒക്ടോബർ 12 വരെ. റോയൽസ്, ദ സിറ്റി ഓഫ് സിൽക്സ്, അഞ്ചൽ. പ്രസിദ്ധ ബ്യൂട്ടി തെറാപ്പിസ്റ്റായ ഉഷ കോശി അവതരിപ്പിക്കുന്നു ഉഷ ഹെർബൽസ് വൈറ്റനിങ് മാസ്ക്. സ്വയം ഫേഷ്യൽ ചെയ്യൂ, സ്വന്തം ബ്യൂട്ടീഷ്യനാകൂ. സ്കൈ ജുവല്ലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. തുടരുന്നു. ഹലോ പ്രസാദ്, പറയൂ. ഇന്നലെ ഞാൻ തന്നെ കോൾ പ്രതീക്ഷിച്ചു. നത്തിങ് ടു വറി. കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇല്ലെന്നേ, അതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. താങ്ക് യു. ഓ ഷുവർ. ഓക്കെ. സർ, യെസ്. എന്താ സ്വപ്ന? മീനു മാഡം വന്നിട്ടുണ്ട്. സാറിന് ബിസി അല്ലെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വരാൻ പറയൂ. ശരി സർ. സ്വപ്ന, ആ. 1 മിനിറ്റ്. ടൗൺ ബ്രാഞ്ചിലേക്കുള്ള ലോഡിന്റെ ഡീറ്റെയിൽസാ. അരവിന്ദിനോട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയൂ. ശരി സർ. 1 മോർ തിങ്. അരമണിക്കൂർ നേരത്തേക്ക് നോ വിസിറ്റേഴ്സ്, നോ കോൾസ്. ഓക്കെ? ഓക്കെ സർ. ഇരിക്കെ. എന്താ മോളെ, പ്രശ്നം വല്ലതും ഉണ്ടോ? മീനു, എന്താ കുട്ടിയത്? എന്തിനാ നീ കരയുന്നേ? ജയൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താണെങ്കിലും എന്നോട് പറയേ. എന്തൊക്കെ നന്ദേട്ട ഈ കേൾക്കുന്നേ? എല്ലാരും കൂടി ഏട്ടനെതിരെ അവിടെ കൊണ്ടുപിടിച്ച് ചർച്ച നടത്തുകയാ. സത്യമാണോ ഇതൊക്കെ? നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ മീനു. കണ്ണൻ ഏട്ടന്റെ മോനല്ലേ? സത്യമാണോ നന്ദേട്ട? ഏട്ടന് ജനിച്ചത് പെൺകുഞ്ഞാണോ? നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? പറ മോളെ, എങ്ങനെ അറിഞ്ഞു? ആരാ പറഞ്ഞത്? ഒന്നും എനിക്കറിയില്ല. ജയേട്ടനാ ഇത് ആദ്യം അറിഞ്ഞെന്ന് തോന്നുന്നു. എവിടുന്നാ എങ്ങനെയാ അതൊന്നും എനിക്കറിയില്ല. ഇന്നലെ രാത്രിയില് കൃഷ്ണേട്ടനെ അശ്വതിയൊക്കെ വിളിച്ചറിയിച്ചു. എല്ലാരും കൂടി ഇന്ന് രാവിലെ മുതൽ ഇതേപ്പറ്റി ചർച്ച നടത്തുകയാ. എന്താ അവരുടെ ഉദ്ദേശം? ആരും എന്നോടൊന്നും വിട്ടു പറയുന്നില്ല. ഞാൻ ഏട്ടനോടൊപ്പം നിൽക്കുമെന്ന് അവർക്ക് സംശയമുള്ളതുകൊണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഏട്ടനെതിരെ അവരിത് ശരിക്കും ഉപയോഗിക്കാനുള്ള നീക്കുക. കൃഷ്ണേട്ടനെ എടവും വലവും നിന്ന് ക്ലാസ് എടുക്കുക. ഏട്ട സൂക്ഷിക്കണം. എങ്ങനെയാ ഏട്ടാ ഇതൊക്കെ സംഭവിച്ചത്? ഡോക്ടറുടെ അറിവോടെയാണെന്ന് ജയേട്ടൻ പറയുന്ന കേട്ടു. ചതിവ് പറ്റിപ്പോയി മോളെ. പക്ഷേ അതൊന്നും തിരുത്താൻ ഇപ്പോൾ സമയമില്ല. ജ്യോതി ഒന്നും അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി സഹിക്കുന്നു. ജ്യോതിക്ക് എന്തെങ്കിലും സംശയം? ഞാനെന്തോ ഒളിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ അതിങ്ങനൊരു കാര്യമാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പാവം, ഇതേപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന കിട്ടിയ. ഇന്നലെ ചെറിയൊരു പ്രശ്നമുണ്ടായി. ജ്യോതിക്കൊരു ഓർമ്മക്കേടുണ്ടായി. നന്ദേട്ടാ സൂക്ഷിക്കണം. ജയേട്ടന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നോണ്ട് പറയാ. വിചാരിച്ച കാര്യം നേടാൻ എന്ത് തറവേലിക്കും കൂട്ടു നിൽക്കുന്ന ആളാ. ഇതെങ്ങാനും ജ്യോതി അറിയിച്ച കൊല്ലും ഞാൻ അവനെ. അവനെ മാത്രമല്ല, അതിന് കൂട്ടു നിൽക്കുന്ന എല്ലാവരെയും. പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിന് ഏട്ടൻ വെറുതെ പറഞ്ഞാ മോളെ. നീ വിഷമിക്കണ്ട. വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പെട്ടെന്ന് വേണം. കണ്ണൻ ഏട്ടന് സ്വന്തമല്ലെന്ന് തെളിയിച്ച മറ്റ് അനന്തരാവകാശികളില്ലെന്നൊക്കെ ജയേട്ടൻ അശ്വതിയോട് പറയുന്ന കേട്ടു. എന്തായാലും അവരൊന്നും വെറുതെ ഇരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇറങ്ങുക. ആരും അറിയാതെ ഓടി വന്നതാ. എന്തു വന്നാലും ഏട്ടന്റെ ഒപ്പം ഞാനുണ്ടാവും. പൊയ്ക്കോ.
ഹലോ കൃഷ്ണ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമല്ലോ. ഏയ്, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഓഫീസിലുണ്ടാവും. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. സ്വപ്ന, എനിക്ക് 2 ഐസ്ക്രീം വേണം ഇപ്പൊ തന്നെ. എക്സ്ക്യൂസ് മീ സർ. യെസ്, ഏട്ടനില്ലേ അകത്ത്? സാറുണ്ട്, പക്ഷേ അനുവാദം ചോദിക്കണമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഫോർമാലിറ്റീസ് ഒക്കെ വിസിറ്റേഴ്സിനടുത്ത് മാത്രം പോരെ? ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറാണ്. മോറോവർ, ഏട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. സോറി സർ, MDയുടെ ഓർഡറാണ്. പ്ലീസ്. ശരി, എന്താന്ന് വെച്ചാൽ ഒന്ന് വേഗം വേണം. ജസ്റ്റ് എ മിനിറ്റ് സർ. സർ, കൃഷ്ണകുമാർ സാർ വന്നിട്ടുണ്ട്. ഓക്കെ സർ, ചെല്ലാൻ പറഞ്ഞു. സ്കൈ ജുവലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. ഇടവേളയ്ക്ക് ശേഷം തുടരും. 916 സംശുദ്ധി തിരിച്ചറിയാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ BIS ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ഹാൾമാർക്കിംഗ്. എല്ലാരും പറയുന്നു 916, ഭീമ നൽകുന്നു 916. Marble Back presents Campus Birds for the style people. ലക്ഷ്മി ജ്വല്ലറി, ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, കൊടുങ്ങല്ലൂർ. കഴിഞ്ഞ 21 വർഷമായി അഭിനയരംഗത്ത് തുടരുന്ന എനിക്ക് അന്നും ഇന്നും ഊർജവും പ്രസരിപ്പും പകർന്നു നൽകുന്നത് മരുത്വ പഞ്ചജീരകഗുണം. മരുത്വ പഞ്ചജീരകഗുണം അങ്കലാവണ്യത്തിന്റെ പൂർണ്ണതയ്ക്ക്. സ്കൈ ജുവലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. തുടരുന്നു. ആ കൃഷ്ണ, ഞാൻ കരുതി വിളിച്ചപ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറുമെന്ന്. ഏതായാലും വന്നല്ലോ, ഇരിക്കെ. ആ ഇരിക്കടാ. നീ എന്താ പൂരം കാണുന്ന പോലെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഇരിക്കടാ. തടിക്കോ? എനിക്ക് വേണ്ട. ആ വേണ്ടെന്നോ? അതെന്ത് പറ്റി? കുട്ടിക്കാലത്ത് അബ്ദുക്കാടെ സൈക്കിളിന്റെ മണിയടി കേട്ട അപ്പ വേലിക്കലേക്ക് ഓടുവായിരുന്നല്ലോ നീ. മാധവമാമയുടെ കാൽപ്പട്ടിന്ന് ചില്ലറ മൂട്ടിച്ചായിരുന്നല്ലോ പരിപാടി. എന്നിട്ട് അമ്മാമ്മയുടെ തല്ല് മുഴുവൻ എനിക്കും. കഴിക്കടാ. ഇന്നെന്തോ ആ കാലമൊക്കെ വെറുതെ ഒന്ന് ഓർത്തു നോക്കി. പ്രാരാബ്ധമായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു അന്നൊക്കെ. ഞാനും നീയും മീനും പിന്നെ നമ്മുടെ വാലെ തൂങ്ങി ജ്യോതി. കുളക്കടവിലിരുന്ന് കമ്പൈസ് നുണയുന്ന നമ്മുടെ കോലം ഇപ്പോഴും മുന്നിലുണ്ട്. ഓർത്തപ്പോ ഒരു രസം. ദേ ഇത് 2 വാങ്ങിപ്പിച്ചു. പുറമോടിയേ ഉള്ളൂ. സ്വാദ് അബ്ദുക്കാട് ഐസിന് തന്നെയാ അല്ലടാ. അത്യാവശ്യമായി ഏട്ടൻ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പോയിട്ട് അല്പം ധൃതിയുണ്ട്. ആ നിന്റെ ധൃതിയൊക്കെ എനിക്കറിയില്ലേ. ആദ്യം നീ ഇത് കഴിച്ചു തീർക്ക്. എന്നോട് വരാൻ പറഞ്ഞതിന് ഐസ് വാങ്ങി തന്നതും ചിത്രകഥ വായിച്ചതുമൊക്കെ ഓർമ്മിപ്പിക്കാനാ. അങ്ങനൊരു ഉദ്ദേശവും കൂട്ടത്തിലുണ്ടെന്ന് കരുതിക്കോ. വിളിപ്പിച്ചത് അന്നേ ബാക്കി വെച്ചൊരു കടം തിരികെ തരാനാ. കടമോ? എന്ത് കടം? ഇത് തന്നെ. പലിശ സഹിതം നെഞ്ചി കിടന്ന് പെരുകാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. എന്നു മുതലാടാ എന്റെ ജീവിതം വെച്ച് എന്നോട് വിലപേശാൻ നീയും തുടങ്ങിയത്? ആരാ നിനക്ക് ഇത്രയും ധൈര്യം തന്നത്? തോന്നിവാസങ്ങൾ പഠിപ്പിക്കുന്ന അളിയനോ അതോ പണത്തിന്റെ ഹുങ്കിൽ നെകളിച്ചടക്കുന്ന ഭാര്യയോ? അറിഞ്ഞതൊക്കെ സത്യമാ. കണ്ണൻ എന്റെ കുഞ്ഞല്ല. പക്ഷേ എനിക്കും എന്റെ ഭാര്യയ്ക്കും അവൻ സ്വന്തം തന്നെ. ഞങ്ങൾക്കില്ലാത്ത ദണ്ണമൊന്നും ആർക്കും വേണ്ട. ഞെളിഞ്ഞ് വിരിഞ്ഞ് പൊക്കത്തിൽ നിൽക്കുമ്പോഴും പഴയ കുട്ടി തന്നെയാ നീ എനിക്ക്. അങ്ങനെ കരുതിയെ സ്നേഹിച്ചിട്ടുള്ളൂ. വന്നു കയറിയവർക്കൊപ്പം ഏട്ടനെ തോപ്പിക്കാൻ ഇറങ്ങുമ്പോ പഴയതൊക്കെ ഒന്ന് ഓർത്തു നോക്കണം.
ഇതുപോലൊന്ന് ആ വഷളന്റെ ചേട്ടത്തും പൊട്ടിക്കേണ്ടതാ. കഴിയാഞ്ഞിട്ടല്ല, ബാധിക്കുന്നത് കൂടെ പിറന്നതിന്റെ ജീവിതത്തെ ആണല്ലോ എന്ന് കരുതിയിട്ടാ. എല്ലാവർക്കും ഒരു നല്ല ജീവിതം നേടിത്തന്നതിന് ശേഷം മാത്രമേ ഏട്ടനൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അതും ഒരു പാവം പെണ്ണിനോട് നമുക്കെല്ലാം കടപ്പാടുണ്ടായിരുന്നുകൊണ്ട്. അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഒടുവിൽ ദൈവം ഒരു നല്ല കാലം തന്നപ്പോ അപ്പോഴും ഞാൻ നിങ്ങളെ ഒപ്പം കൂട്ടിയില്ലേ? എന്നിട്ടും എന്തിനാടാ എല്ലാവരും ഇങ്ങനെ? ഏട്ടാ ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് എല്ലാത്തിലും വലുത് എനിക്കെന്റെ ജ്യോതിയും കുഞ്ഞുവാ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിയാൻ തയ്യാറാ ഞാൻ. സംഭവിച്ചതൊക്കെ ജ്യോതിയുടെ കാതിലെത്തിച്ച് എന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നന്ദം പിന്നൊന്നും നോക്കില്ല. ചെന്ന് പറഞ്ഞേക്കെല്ലാരോടും. പൊയ്ക്കോ. ഹലോ ഹലോ, ശ്യാമയല്ലേ? ഞാൻ നന്ദനാണ്. എന്താ സർ? ഓഫീസിൽ വിളിച്ചിരുന്നു. നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു. കാര്യം എന്താ സർ? മാറ്റർ സീരിയസ് ആണ് ശ്യാമ. കേൾക്കാനുള്ള സാവകാശമുണ്ടോ തനിക്ക്? ഐ മീൻ, മറ്റാരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? സാർ പറഞ്ഞോളൂ. കണ്ണന്റെ കാര്യം എന്റെ റിലേറ്റീവ്സ് മുഴുവൻ അറിഞ്ഞു. റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്റെ ഓൺ ബ്രദറും ബ്രദറിലോയും. അൺഫോർച്ചുനേറ്റ്ലി ഞാനും അവരുമായിട്ട് അത്ര സുഖത്തിലല്ല. ഇത് വെച്ച് എനിക്കെതിരെ ഒരു ഗെയിമിനാണ് അവരുടെ പ്ലാൻ. ജ്യോതി ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ ശ്യാമയ്ക്ക് ഊഹിക്കാമല്ലോ. അവരിതൊക്കെ എങ്ങനെ അറിഞ്ഞു സർ? ആരെങ്കിലും? നോ, ആരെങ്കിലും ആവാൻ വഴിയില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുള്ളവർ തന്നെ ആയിരിക്കും പിന്നിൽ. ആലോചിച്ചിട്ട് ഞാൻ ചെന്ന് നിൽക്കുന്നത് ദേവമംഗലത്തെ ഗായത്രി ദേവിയിലാണ്. സ്കൈ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. സമർപ്പിച്ചത് സ്കൈ ജ്വല്ലറി, 25 years ഓഫ് പ്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ്. സ്കൈ ജ്വല്ലറിയോടൊപ്പം ലക്ഷ്മി ജ്വല്ലേഴ്സ്, റോയൽ സിൽക്ക് സിറ്റി, റോയൽസ് ദ സിറ്റി ഓഫ് സിൽക്സ് അഞ്ചൽ, ഉഷ ഹെർബൽസ്, ഉഷ ഹെർബൽസ് വൈറ്റനിങ് മാസ്ക്, ഭീമ ജ്വല്ലേഴ്സ്. എല്ലാരും പറയുന്നു 916, ഭീമ നൽകുന്നു 916. മാർവൽ ബാഗ്സ്, Marvel Bag presents Campus Birds. മരുത്വ മരുത്വ പഞ്ചജീര